ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് ഓഫ് ടോപ്പിക്ക് പോവാട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണേ. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയുടെ വീട്ടിലേക്ക്. അപ്പം നല്ല ക്യൂട്ടായിട്ടൊരു സംഭവം ഉണ്ടായി. ഞാൻ മമ്മിയുടെ മുറിയിൽ കയറിയപ്പം ദേ ഈ നോട്ട്ബുക്ക് കണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സഞ്ജു സോമൻ 5C ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ നോട്ട്ബുക്കാണ് മോറൽ സയൻസിന്റെ. അപ്പോൾ ഞാൻ ഫിഫ്ത്തിലൊക്കെ പഠിക്കുമ്പോൾ ബറലിലായിരുന്നേ. അപ്പോൾ CBSEയിൽ മോറൽ സയൻസിന്റെ പീരീഡ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതുകൊണ്ട് പറയുന്നതാണേ. അപ്പോൾ ആ ഒരു പീരീഡിൽ നമുക്ക് എന്തെന്നാ പഠിപ്പിക്കുക? ക്ലെൻലിനെസ്സിനെ പറ്റിയിട്ട്, പൊളൈറ്റ്നെസ്സിനെ പറ്റിയിട്ട്, ജനറൽ ബിഹേവിയറിനെ പറ്റിയിട്ട്, പിന്നെ എന്താ പറയുന്ന എല്ലാ റിലീജിയൻസിനെ ഉള്ള ടോളറൻസിനെ പറ്റിയിട്ട്, ഗോഡിനെ പറ്റിയിട്ട്, ഓണസ്റ്റിയെ പറ്റിയിട്ട്, അങ്ങനത്തെ കുറച്ച് വേർച്യൂസിനെ പറ്റിയിട്ടായിരുന്നല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ തുറന്ന് നോക്കുമായിരുന്നേ. അന്ന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നെ, എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഒരു നോസ്റ്റാലജിക് ഫീലിംഗ് കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല. ടീച്ചർ ഒന്ന് ആരൊക്കെ ആയിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ, ആ, എനിക്ക് ഓർമ്മയുടെ വലിയ പ്രശ്നമുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം ഇത് നോക്കായിരുന്നു. അപ്പൊ ഈ വായിച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു സംഭവമാണ്. ഈവൻ ദ സ്ട്രോങ് സംടൈംസ് നീഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ വീക്ക്. ഇത് ശരിയല്ലേ? ദിസ് ഇസ് ലൈക്ക് റിട്ടൺ ലൈക്ക് ഇയേഴ്സ് അഗോ അല്ലെ? ഈവൻ ടുഡേ ഇറ്റ് ഹോൾഡ്സ് ട്രൂ. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, നമ്മൾ എത്ര സ്ട്രോങ് ആയാലും ചില പോയിന്റ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ അതേ സ്റ്റാച്ചറുള്ള അല്ലെങ്കിൽ നമ്മൾ അതേ സൊസൈറ്റിയിൽ അതേ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ അല്ലെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീക്ക് മൂമെന്റ്സിൽ. എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന മൂമെന്റ്സിൽ ചിലപ്പോൾ സനൂപ് ഷിപ്പിലായിരിക്കും. അപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഒക്കെ ചിലപ്പോൾ വീട്ടിൽ ആഴ്ചയിൽ ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വരുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഓമനാൻറ്റി ആയിരിക്കും എൻ്റെ അടുത്ത്, എന്താ മോളെ പറ്റിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആൻറ്റി പറയും, ഇതൊക്കെയാണോ മോളെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ആൻറ്റി ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നും ശരിയാണ്, നമ്മൾ വെറുതെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വലുതാക്കി കാണുന്നു. ആൻറ്റിയൊക്കെയാണ് ആക്ച്വലി ലൈഫ് ഫൈറ്റ് ചെയ്ത് നല്ല ഇതിൽ ജീവിക്കുന്ന. ആൻറ്റിയുടെ ജോലിയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത് നമ്മളെയും ഹാപ്പിയാക്കി. ആൻറ്റി രാവിലെ വന്ന് എന്താ പറയുന്ന ഫുള്ള് ജോഷിൽ പണിയൊക്കെ എടുത്ത് എല്ലാം തീർത്ത് നമ്മുടെ വീട് അടിപൊളിയാക്കിയിട്ട് ആൻറ്റി പോവും. ആൻറ്റിയുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആൻറ്റി ഫുള്ള് ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പം മുതൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല അല്ലേ, നമ്മുടെ ബ്ലെസ്സിങ്സ് ഒക്കെ. ഇന്നത് തുറന്നു നോക്കുമ്പോൾ ശരിക്കും ഈ ബുക്ക് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. നല്ല നല്ല രസം തോന്നി. അപ്പോൾ ഇത് ഗോഡിൻ്റെ ഒരു മെസ്സേജ് പോലെ തോന്നി എനിക്ക്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മമ്മിമാർ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, അത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു നോസ്റ്റ് ഫീലിംഗ്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ? ഉണ്ടെങ്കിൽ കമൻസിൽ ഇടണേ. അടുത്ത വീഡിയോയിൽ കാണാം. വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം.